ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ്. അധികം ഇൻഗ്രീഡിയൻസും അധികം കഷ്ടപ്പാടും ഒന്നും ഇല്ലാത്തൊരു ചിക്കൻ കറി. ആദ്യം ചട്ടി സ്റ്റൗവിൽ വെച്ച് ഒന്ന് ചൂടാക്കണം. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. അതിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, മുളക് രണ്ടും ഇട്ട് നന്നായിട്ട് വഴറ്റണം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതൊന്ന് റെഡിയായി വഴണ്ട് വരുന്ന ടൈമിൽ ഒരു ബ്രൗൺ കളർ ആവുമല്ലോ, ആ ടൈമിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി നന്നായി ഇളക്കി കൊടുക്കണം. അതും ഒന്ന് വഴണ്ട് ഒരു ജ്യൂസി സ്ട്രക്ചറിലേക്ക് വരണം. ഈ റെസിപ്പി ഉണ്ടല്ലോ, നമ്മുടെ ബാച്ചിലേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിന് അധികം ഇൻഗ്രീഡിയൻസും വേണ്ട, അധികം ടൈമും വേണ്ട, മസാല അധികം എക്സ്ട്രാ മസാലകളും ഒന്നും ഇതിന് വേണ്ട. നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കാറില്ലേ, അതൊക്കെ തന്നെ മതി. വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ ഐറ്റംസ് അത് മതി. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കണം കേട്ടോ. ചട്ടി ആയതുകൊണ്ട് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാലയുമായിട്ട് നന്നായിട്ട് മിക്സ് ആവണം. അതിനുവേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അടച്ചു വെച്ചും വേവിക്കണം ഇടയ്ക്കിടയ്ക്ക്. ഇല്ലെങ്കിലുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട, ഇല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ചേർക്കുന്നു എന്നുള്ളതിലല്ല കാര്യം, എങ്ങനെ വേവിക്കുന്നു എന്നുള്ളതില്ല. ഇപ്പം ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെ ഈ ചിക്കൻ വേവിച്ചെടുക്കാൻ പോകുന്നത്. ചിക്കൻ്റെ തന്നെ വെള്ളം ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഇത് വേകാൻ പോകുന്നത്. അതുകൊണ്ട് അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ആവശ്യമുള്ള മസാലകൾ എടുക്കാം. മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി കുറച്ച് മതി കേട്ടോ, കാര്യം നമ്മൾ ആദ്യമേ ചില്ലി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് കളറിന് വേണ്ടിയിട്ട് നമ്മുടെ കാശ്മീരി ചില്ലി 2 സ്പൂൺ എടുക്കാം. ഈ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം. ഇപ്പോഴും നോക്ക്, ഞാൻ വെള്ളം ചേർത്തിട്ടേ ഇല്ല. ഈ ചിക്കൻ്റെ വെള്ളം ഉണ്ടല്ലോ, അതിൽ തന്നെ വേകുന്നതായിരിക്കും അതിൻ്റെ ടേസ്റ്റ്. നമ്മൾ വെള്ളം കൂടെ ഒഴിക്കുമ്പോഴത്തേക്ക് ആ ചിക്കനുള്ളിലുള്ള വെള്ളം ഒന്നും പുറത്തേക്ക് ഇറങ്ങില്ല. അതങ്ങനെ വേഗം കുറച്ച് ടേസ്റ്റിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചിക്കനുള്ളിലെല്ലാം വെള്ളവും ഇറങ്ങി നല്ല ടേസ്റ്റും നല്ല സ്മെല്ലും ഒക്കെ നമുക്ക് കിട്ടും. പക്ഷേ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇളക്കി കൊടുക്കുന്ന കാര്യം മറക്കണ്ട കേട്ടോ. ആ ശ്രദ്ധ പോയാൽ പിന്നെ ചിക്കൻ കിട്ടില്ല, നമുക്കെല്ലാം കരിഞ്ഞു പോകും. ഇപ്പം നമ്മുടെ ചിക്കൻ ഏതാണ്ട് റെഡിയായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ആൾക്കാർക്ക് ജ്യൂസ് ഉണ്ടല്ലോ, ചാറ് വേണം, അതിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. കാര്യം ചിലവർക്കൊക്കെ ചിക്കൻ കറി ഒഴിച്ചു കൂട്ടാനാണ് ഇഷ്ടം. ഞങ്ങളുടെ വീട്ടിലും അങ്ങനെ തന്നെ. ഇത് ഒഴിച്ചു കൂട്ടണം എന്ന് വെച്ചാൽ ചോറിൻ്റെ കൂടെ ഈ കറി ഒഴിച്ച് കഴിക്കാനാണ് ഇഷ്ടം. അല്ലാതെ ചിക്കൻ എടുത്ത് പീസാക്കി കഴിക്കുന്നത് ആർക്കും ഇഷ്ടമില്ല. സോ നമുക്ക് ചാറിന് വേണ്ടിയിട്ട് ആവശ്യത്തിന്, അതും ചൂടുവെള്ളം ഒഴിക്കണേ, ആവശ്യത്തിന് ചാറിന് വേണ്ടിയിട്ട് മാത്രമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ മസാലയും ചിക്കനും ഒക്കെ ചേർന്ന് ഒരു ജ്യൂസായിട്ട് റെഡിയാവും. അത് ഞാനിവിടെ ഗരം മസാല ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. നമുക്ക് ആവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. ആ ചിക്കൻ്റെ വെള്ളത്തിൽ തന്നെ ചിക്കൻ കിടന്ന് വേകുന്ന ആ ഒരു സ്റ്റൈല് ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. നമ്മുടെ ചിക്കൻ കറി റെഡിയായി. ചൂട് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കണം. എന്താ ടേസ്റ്റ് എന്നറിയോ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.